തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പിണറായിയിൽ LDF നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെയുണ്ടായ ബോംബേറിൽ CPM പ്രവർത്തകൻ രവീന്ദ്രൻ കൊല്ലപ്പെട്ടതോടെയാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൊലപാതക പരമ്പര ആരംഭിക്കുന്നത്. തുടർന്ന് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 6 പേരാണ് വിവിധ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതിൽ 3 പേർ CPMകാരും 3 പേർ BJP പ്രവർത്തകരുമാണ്. ഇതിനു പുറമെയാണ് കൂത്തുപറമ്പ് കോലക്കാവിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 308 രാഷ്ട്രീയ അക്രമ കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 833 പേരാണ് ഈ കേസുകളിൽ പ്രതിപ്പട്ടികയിലുള്ളത്. വിവിധ കേസുകളിലായി 190 BJP പ്രവർത്തകരെയും 458 CPM പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ശാരീരിക ആക്രമണത്തിനിരയായവരിൽ 69 പേർ CPM പ്രവർത്തകരും 89 പേർ BJP പ്രവർത്തകരുമാണ്. ഇവരിൽ പലരും ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മെയ് മാസത്തിന് ശേഷം നടത്തിയ റെയ്ഡിൽ മാത്രമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വടിവാളുകളും ബോംബുകളും അടക്കം 300-ലധികം ആയുധങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ആക്രമണത്തിനായി അണിയറയിൽ ആരൊക്കെയോ കോപ്പുകൂട്ടുന്നു എന്നതിന്റെ തെളിവാണ് ദിനംപ്രതി പോലീസ് കണ്ടെടുക്കുന്ന ഈ ആയുധശേഖരം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.